ഇയാളുടെ ആഗ്രഹം പോലെ നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഡോജുൻ പറയുന്നുണ്ടേ. എനിക്ക് ഇയാളെ ഡേറ്റ് ചെയ്യാനോ കല്യാണം കഴിക്കാനോ യാതൊരു ഇന്റൻഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഹെൽപ്പും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹിയോൺ പോകുന്നത്. ഹിയോൺ അത് പറഞ്ഞു പോകും. പക്ഷെ ഡോജുൻ ആണെങ്കിൽ അവൾ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇനി ജർമ്മനിയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. വേറൊരാളുടെ കൂടെ കണ്ടതിന്റെ ദേഷ്യവും അസൂയയും അവനുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് പോലും എന്നോട് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെയാണ് അവൻ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോജുൻ പറഞ്ഞതെല്ലാം ഹിയോൺ മിറാനെ വിളിച്ച് പറയുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം? യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് കല്യാണം കഴിക്കാമെന്നൊന്നും ആരും പറയത്തില്ല എന്ന് അവള് പറയും. ഇത് അതുകൊണ്ടൊന്നുമല്ല, അയാളെ കമ്പനിയുടെ പ്രസിഡന്റ് ആണ്, ഞാൻ അവിടുത്തെ വെറും ഒരു എംപ്ലോയി ആണ്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ റെസ്പോൺസിബിലിറ്റി കാരണമാണെന്നുള്ള രീതിക്കാണ് ഹിയോൺ സംസാരിക്കുന്നത്. അന്നേരം അവിടേക്ക് ജംഗും വരും. ഞാൻ ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഇയാളെ കണ്ടുകൊണ്ട് നിർത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹിയോണെ വിളിച്ചോണ്ട് കഴിക്കാനായിട്ട് പോകും. അവൾ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അവനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അതോ ഇനി സോഷ്യൽ ലാഡർ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതായിരിക്കോ എന്നൊക്കെയാണ് ജംഗും ചിന്തിക്കുന്നത്. കാരണം ഇത് പ്ലാൻഡ് അല്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ജംഗുമിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ, ഞാൻ പേ ചെയ്തോളാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ട്രീറ്റ് തന്നല്ലോ, അതുകൊണ്ട് ഇപ്രാവശ്യം എന്റെ വകയാണ്, എനിക്കിന്ന് സാലറി കിട്ടിയെന്ന് അവൾ പറയും. എന്നിട്ട് ഇയാൾ എന്ത് ഡിസൈഡ് ചെയ്തു എന്ന് ജംഗും ചോദിക്കും. എന്റെ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്ന് ഹിയോൺ പറയും. എന്താ കുട്ടിയുടെ അച്ഛന് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ. ഇത് കുട്ടിയുടെ അച്ഛൻ അറിയത്തില്ല, ഞാൻ മാത്രം എടുത്ത ഡിസിഷൻ ആണെന്നുള്ള രീതിക്ക് ഹിയോൺ മറുപടി കൊടുക്കും. ഒരുപാട് ഡ്രാഗ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് തന്നെയാണ് പ്രശ്നം എന്നാണ് ഉടനെ ജംഗും പറയുന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അമ്മയുടെ കോൾ വരും. അമ്മയ്ക്ക് കുടിച്ചിട്ട് ബോധമൊന്നുമില്ല. പക്ഷെ ഹിയോൺ ചെല്ലുന്നുണ്ടേ. എനിക്ക് നിന്റെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് പോകാൻ തുടങ്ങും. അവളാണ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് അമ്മയെ വിളിച്ചോണ്ട് പുറകെ ചെല്ലും. കാരണം അമ്മയ്ക്ക് നേരെ നിൽക്കാനൊന്നും വയ്യ. അമ്മ എന്തിനാണ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്? ഞാൻ അല്ലെങ്കിൽ പിന്നെ അമ്മയെ വേറെ ആരാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ അകലം പാലിക്കുന്നത് എന്നുള്ള രീതിക്ക് ഹിയോൺ അമ്മയടുത്ത് ദേഷ്യപ്പെടുമ്പോൾ, നിന്റെ അച്ഛന് അഫയർ ഉണ്ടാകാനായിട്ട് കാരണം എന്റെ ഈ സ്വഭാവമാണെന്നാണോ നീ പറയുന്നതെന്ന് അവർ തിരിച്ചു ചോദിക്കും. അമ്മ എന്തിനാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. നീ പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടും. അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ ജീവിക്കത്തില്ലായിരുന്നു എന്ന് അവൾ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പോകാനായിട്ട് തുടങ്ങുന്നതന്നെ. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ബാക്കി ആരെനിക്കെതിരെ തിരിഞ്ഞാലും നീ എന്റെ ഒപ്പം ഉണ്ടാവണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെട്ട് ഒരു ടാക്സി വിളിച്ചിട്ട് അതിൽ കയറിപ്പോവും. അവൾ സങ്കടം കാരണം അവിടെ നിന്ന് പൊട്ടിക്കരയും. അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഡോജുൻ കാണും. ഹിയോൺ മിറാന്റെ അടുത്താണ് അവളുടെ സങ്കടം മുഴുവൻ പറയുന്നത്. അമ്മ എന്നോട് ഇപ്പോഴും ഇങ്ങനെ പെരുമാറുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും എന്റെ അമ്മയെ പോലെ ആയി പോകുന്നൊരു പേടി എനിക്കുണ്ടെന്ന് അവൾ പറയുമ്പോൾ മിറാൻ അവളെ വഴക്ക് പറയും. നീയും സെയിം ഡിസിഷൻ എടുത്തെന്ന് വെച്ച് അമ്മയെ പോലെ ആകത്തില്ല. അമ്മ വേറൊരു വ്യക്തിയാണ്, നീ വേറൊരു വ്യക്തിയാണ്. നീ അതിനെക്കാട്ടിലും ഹാപ്പി ആയിട്ടായിരിക്കും ചിലപ്പം ജീവിക്കാനായിട്ട് പോകുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴേ ആലോചിക്കേണ്ട കാര്യം എന്താണ്? നിനക്ക് എന്താണോ വേണ്ടുന്നത് അത് തന്നെ ചെയ്തോളൂ. നിനക്ക് എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നീ കുട്ടിയെ വളർത്താനാണ് തീരുമാനിച്ചെങ്കിൽ അതിനും ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മിറാൻ അവളെ ആശ്വസിപ്പിക്കും. ഹിയോണെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെ മിനുക്കിന്റെ അടുത്തേക്ക് മിറാൻ വരും. ഇയാൾ എന്നെ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട്സ് അല്ലാതെ ആകുന്നില്ലല്ലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ലൈൻ ക്രോസ് ചെയ്യാമെന്ന് അവനൊരു വാർണിംഗും കൊടുക്കും. ഇയാൾ എന്നെ അൺകംഫർട്ടബിൾ ആക്കുകയാണെന്ന് മിനുകു പറയുന്നുണ്ട്. പക്ഷെ മിറാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് ആലോചിക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്താണ് ഇത്ര പ്രയാസം? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആളുകളെയൊക്കെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ മിസ്സായി പോകും എന്നൊക്കെ അവൾ അവനോട് പറയും. ഷിപ്മെന്റിന് കൊണ്ടുപോയ ബിയറൊക്കെ പിടിച്ചെടുത്തിട്ട് ഡോജൂൺ ഒരു പോസ്റ്റ്മോർട്ടം കെയർ സെന്ററിൽ അത് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കമ്പനിയിലെ പല ആളുകൾക്കും അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജംഗും അവിടേക്ക് വരും. ഡോജൂണിന് ഒരു സീക്രട്ട് റിലേഷൻ ഉണ്ട്, അതിലൊരു കുട്ടി ജനിക്കാനായിട്ട് പോവുകയാണെന്നുള്ള രീതിക്ക് ആർട്ടിക്കിൾസ് വരുവാണെങ്കിൽ അതനുസരിച്ച് ആളുകൾ അവനെ ജഡ്ജ് ചെയ്തോളും. അപ്പോൾ കമ്പനി നമ്മുടേതാക്കാനായിട്ട് എളുപ്പമായിരിക്കും ജംഗും വൈസ് പ്രസിഡന്റായ മോയിങ്ങിന്റെ അടുത്ത് പറയും. പിടിക്കപ്പെടുക എന്നുള്ള പേടിയായകൊണ്ട് റൈറ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ല, ടൈമിംഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ആക്കി എടുക്കുകയാണ് 15 വർഷം മുമ്പത്തെ പോലെയെന്ന് അവൾ എടുത്തു പറയുന്നുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറയും. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? കുറച്ച് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ കമ്പനി സെയോണ്ടെ ആവുമല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, എനിക്ക് അത് മാത്രം പോരാ, അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ് ജംഗും മറുപടി പറയുന്നത്. ഡോജുന്റെ കമ്പനി പുതിയ ഒരു ബിയർ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ റൈവൽ കമ്പനി ഓൾറെഡി അതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു എന്ന് സെക്രട്ടറി വന്ന് പറയും. ഇവർ നോക്കുന്നുണ്ടേ ഇവരുടെ ബിയറുമായിട്ട് സിമിലർ ആണ്. ഐഡിയ ലീക്ക് ആയതാണെന്ന് മനസ്സിലാവും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവൻ ചോദിക്കും. നിങ്ങളുടെ ടീമിനായിരുന്നു ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ടീമിൽ നിന്നായിരിക്കും ഇത് പോയതെന്നൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് പറയുമ്പോൾ അവരത് സമ്മതിച്ചു കൊടുക്കത്തില്ല. എന്നാൽ മാനേജർ ജാങ്ങിനായിരുന്നു ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി.
ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ജാങ്ങിനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ബോണസ് പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് പിന്നെ തിരിച്ചു പറയാനൊന്നും പറ്റത്തില്ല. ടീം ലീഡർ ബാങ് ആ ദേഷ്യം മുഴുവൻ ഹിയോണിന്റെ അടുത്ത് വന്ന് തീർക്കും. ജർമ്മനിയിൽ പോകാൻ മനഃപൂർവ്വം ചെയ്തതാണോ എന്നൊക്കെ വരെ അവളോട് ചോദിക്കും. ഒരുപാട് നാളായിട്ട് ഉറക്കം ഉളച്ചിരുന്ന് അവൾ ചെയ്ത കാര്യമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടം എല്ലാം വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല എന്ന് അവൾ പറയും. അസിസ്റ്റന്റ് മാനേജർ ചോയ് ഒഴിച്ച് ബാക്കി എല്ലാ ടീം മെമ്പേഴ്സും ഹിയോണെ ഡിഫെൻഡ് ചെയ്താണ് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ മീറ്റിംഗിന് ചോദിക്കരുതായിരുന്നു, ഞാൻ കാരണം ഇപ്പോൾ ഹിയോണ് വഴക്ക് കിട്ടുന്നുണ്ടാവും എന്നൊക്കെ ഡോജുൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾ അവനെ കാണാനായിട്ട് വരും. ഹെൽപ്പ് ചോദിച്ചു വന്നു എന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഞാൻ ബാക്കി ആർക്കും പണിഷ്മെന്റ് കൊടുക്കരുതെന്നാണ് അവൾ പറയുന്നത്. ഇയാള് എക്സ്പ്ലനേഷനുമായിട്ട് വന്നതാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നമുക്കിപ്പോൾ ഒരു സൊല്യൂഷനാണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് പേഴ്സണലി എൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് അവൻ പറയും. അവൾ സമ്മതിക്കും. ഹിയോൺ അന്ന് തന്നെ ഒരു പ്രപ്പോസലുമായിട്ട് ഡോജുനെ കാണാനായിട്ട് വരും. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്, അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല, ഇതിന് ആപ്റ്റാണെന്നുള്ള രീതിക്കാണ് അവൾ പറയുന്നത്. അവനത് നോക്കിയിട്ട് റിജക്ട് ചെയ്യും. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു മിനിറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് ഇവള് ഡോജുന്റെ കയ്യിൽ കയറി പിടിക്കും. കൈ പിടിക്കുന്ന അവൻ ട്രോമയാണല്ലോ. അവൻ ഞെട്ടിയിട്ട് പെട്ടെന്ന് കൈ പിടിച്ചു മാറ്റും. അവളത് പ്രതീക്ഷിക്കുന്നില്ല. അവന്റെ മുഖമൊക്കെ മാറുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാളെ ധൃതി വെച്ച് ചെയ്യാതെ സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. പക്ഷെ അവന്റെ മുഖം ആലോചിക്കുമ്പോഴത്തേക്കിനും ഞാനൊന്ന് കൈ പിടിച്ചതല്ലേ ഉള്ളൂ, എന്തിനാണ് അത്രയും സീരിയസ് ആയത്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ബിഹേവ് ചെയ്തതെന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അതും ആലോചിച്ചുകൊണ്ട് ഹിയോൺ വരുന്നത് മിനൂക്കിന്റെ ഫ്രണ്ടിലേക്കാണ്. അവളങ്ങനെ മിനൂക്കിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ അവൾ ഫുഡും എല്ലാം കഴിച്ചു കാണുമെന്ന് ആലോചിച്ചിട്ട് സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞ് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ചിട്ട് ഡോജൂൺ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്താണ്. അവൻ നോക്കുന്നുണ്ടേ ഹിയോൺ മിനൂക്കിന്റെ അടുത്ത് ചിരിച്ച് കളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അവനത് ഇഷ്ടപ്പെടത്തില്ല. ഡോജൂൺ നോക്കുന്നുണ്ടേ അവന്റെ അടുത്ത് ഹെൽപ്പ് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ അവൾ മിനൂക്കിന്റെ അടുത്ത് ഹെൽപ്പ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൾ റിപ്പോർട്ട് റെഡിയാക്കി കൊണ്ട് കൊടുക്കുമ്പോൾ അവൻ വീണ്ടും വീണ്ടും അത് റിജക്ട് ചെയ്തിട്ട് പിന്നെ അവളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അവനെ റിജക്ട് ചെയ്തതുകൊണ്ട് പ്രതികാരം ചെയ്യുവാണെന്ന് സെക്രട്ടറി ഗോ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട എന്നാണ് ഹിയോൺ പറഞ്ഞതെന്ന് അവൻ പറയും. ആ കുട്ടി അങ്ങനെ ഉദ്ദേശിച്ച അവൾ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ടോ? ഈ വീക്കെൻഡ് എല്ലാം ഓഫീസിൽ തന്നെയായിരുന്നു. ഒരാവശ്യമില്ലാതെ തെറ്റ് ചെയ്യാതെ ബ്ലെയിം കേൾക്കേണ്ടി വന്നതാണ്. അതിന്റെ ഫ്രസ്ട്രേഷൻ ആ കുട്ടിക്ക് ഉണ്ടാവും. അതിന് പുറമെ ഹിയോൺ പ്രഗ്നന്റും ആണെന്ന് അയാൾ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കും. മിനൂക്ക് കഫേയിലേക്ക് വരുമ്പോൾ അവരുടെ കമ്പനിയുടെ പ്രസിഡന്റ് അവിടെ നിൽക്കുകയാണ്. പ്രസിഡന്റ് എന്താ ഇവിടെ എന്നുള്ള രീതിക്ക് അവൻ നോക്കുന്നുണ്ട്. പ്രഗ്നന്റ് ലേഡീസിന് കുടിക്കാൻ പറ്റിയ ടീ ഏതാണെന്ന് ചോദിച്ചിട്ട് ഡോജൂൺ ടീ വാങ്ങിക്കൊണ്ട് പോകും. വരുന്നെണ്ണ ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്ന ഹിയോണിനെയാണ് ഡോജൂൺ കാണുന്നത്. അവള് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നോക്കുമ്പോൾ അടുത്ത ആരോ ടീ കൊണ്ടുവച്ചേക്കുന്നു. ആരാന്ന് അവൾക്ക് മനസ്സിലാവത്തില്ല. മിനൂക്ക് ഹിയോണിന് വേണ്ടിയിട്ട് ടീയും സ്നാക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കാണുന്നത് അവൾ അവിടെ ഇരുന്ന് ടീ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും കൊടുക്കാതെ അവൻ തിരിച്ചു പോകും. ഹിയോൺ വീണ്ടും റിപ്പോർട്ടുമായിട്ട് ചെല്ലും. ഡോജൂൺ വീണ്ടും അത് റിജക്ട് ചെയ്യും. എന്താണ് റീസൺ റിജക്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ എന്ന് ഹിയോൺ പറയുന്നുണ്ട്. ഓരോ പ്രാവശ്യവും അവൾ കൊണ്ടു കൊടുത്ത റിപ്പോർട്ടിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഒരു കമ്പനിയിൽ ഹൈറാർക്കി ഉണ്ടെന്ന് അറിയാലോ. ഇയാളായിരിക്കാം ഈ ടീമിന്റെ മാനേജർ. അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഹെൽപ്പിന് വന്നില്ല എന്ന് അവൻ അറിയാതെ ചോദിച്ചു പോകും. ചോദിച്ചു കഴിയുന്നതന്നെയാണ് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് മാറിക്കളയും. ഹിയോണിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവൾ കൊടുത്ത പ്രപ്പോസൽസ് ഒക്കെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സെക്രട്ടറി ഗോ ഡോജൂണിനെ കളിയാക്കും. അന്നേരം അവന് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കോള് വരും. സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കാണുവാണെങ്കിൽ വിളിക്കണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ മിറാനുമായിട്ട് ഹിയോൺ ഷെയർ ചെയ്യും. ആവശ്യമില്ലാതെ സ്ട്രെസ് എടുക്കരുത്, അത് ബേബിക്ക് നല്ലതല്ല എന്ന് മിറാൻ അവളോട് പറയും. ഹിയോൺ വീട്ടിൽ വരുമ്പോൾ ഡോജൂൺ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടാവും. അപ്പോളജി കേൾക്കാൻ വന്നതാണോ അതോ അപ്പോളജൈസ് ചെയ്യാൻ വന്നതാണോ എന്നാണ് അവൾ ആദ്യം ചോദിക്കുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞ കാര്യം കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ അതുമായിട്ട് പോകാം എന്നുള്ള രീതിക്ക് അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും അവൾ സംസാരിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഓരോ പ്രപ്പോസലിനും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ലൈറ്റായിട്ട് എടുത്ത ഡിസിഷൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒന്നും പറയാനായിട്ട് അവൾ സമ്മതിക്കത്തില്ല. പെട്ടെന്ന് അവൾക്ക് വയ്യാതെ വരും. ഹോസ്പിറ്റലിലേക്ക് അന്നേരം തന്നെ ഡോജൂൺ ഹിയോണിനെ കൊണ്ടുപോകും. കുട്ടിക്ക് പ്രശ്നമൊന്നും കാണത്തില്ലല്ലോ എന്ന് അവൾ അതിൻ്റെ ഇടയ്ക്കൂടെ ചോദിക്കുന്നുണ്ട്. കാണത്തില്ല എന്ന് അവൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹിയോൺ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല സ്ട്രെസ്സിലായിരുന്നു തോന്നുന്നു. ഇത് ഏർലി സ്റ്റേജ് ആണ്, മിസ്കാരേജിന് നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് സ്ട്രെസ് ഒന്നും കൊടുക്കാതെ ശ്രദ്ധിക്കണം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറയും. അവൻ ഇടയ്ക്ക് ഇവിടെ പല ദിവസങ്ങളിലായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് കാരണം ആയിരിക്കുമെന്ന് ആലോചിച്ചിട്ട് അവൻ വിഷമിച്ചിരിക്കും. അന്നേരം അവൾക്ക് മിനൂക്കിന്റെ കോള് വരും. ഡോജൂൺ കോൾ എടുത്തിട്ട് ഹിയോൺ ഉറങ്ങുവാണെന്ന് പറയും. എന്തൊക്കെ സംഭവിച്ചാലും 8 മണിക്ക് ഹിയോൺ ഉറങ്ങത്തില്ല എന്ന് എനിക്ക് അറിയാമെന്നാണ് മിനൂക്ക് പറയുന്നത്. മിനൂക്കിനെ ഉടനെ തന്നെ ഡോജൂണിന് മനസ്സിലാവും. ഡോജൂണിന്റെ സംസാരത്തിൽ നിന്ന് കുട്ടിയുടെ അച്ഛനാണെന്ന് മിനൂക്കിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രസിഡന്റ് ആണെന്ന് അവൻ അറിയത്തില്ല. 7 മണിക്ക് ശേഷം ഇനി ഹിയോണെ വിളിക്കാൻ പാടില്ല എന്ന് ഡോജൂൺ മിനൂക്കിന്റെ അടുത്ത് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവൂ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹിയോൺ അവിടേക്ക് വരും. അവൻ കോൾ കട്ട് ചെയ്യും. അവർക്ക് അറിയേണ്ടത് കുട്ടിയെ കുറിച്ചാണ്. അങ്ങനെ ഇവര് ഡോക്ടറിനെ കാണാൻ പോകും.
കുട്ടി ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ അവർക്ക് രണ്ടുപേർക്കും ഡോക്ടർ കേൾപ്പിച്ചു കൊടുക്കും. കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറയും. മിസ്കാരേജ് പ്രിവെന്റ് ചെയ്യാനുള്ള മരുന്നും കൊടുക്കും. ആ സൗണ്ട് കേട്ട് പരിചയമുള്ളതുപോലെ മിനുക്കിന് തോന്നുന്നുണ്ട്. കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് മിറാൻ അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവൻ അവളെ കാണാനായിട്ട് വരും. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ സീക്രട്സ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കോളേജിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും പ്രസിഡന്റ് ആണ് കുട്ടിയുടെ അച്ഛൻ എന്ന് അവനോട് പറയരുതെന്ന് ഹിയോൺ പ്രോമിസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മിറാന് പറയാനും പറ്റത്തില്ല. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ, ആള് റൂഡാണെന്ന് തോന്നുന്നുള്ള രീതിക്ക് അവള് പറയും. ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ദൂരം എന്നെ അന്വേഷിച്ച് വന്നത്? അതെന്താ നിനക്ക് ഹിയോണിനെ ഇഷ്ടമുണ്ടോന്ന് മിറാൻ മിനൂക്കിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവനാകെ ഫ്ലസ്റ്റേഡ് ആകുന്നുണ്ട്. ചെക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി അവിടെ ഇരുന്നിട്ട് ബിയർ കുടിക്കുന്ന അവൾ കാണും. ഇത് കുടിക്കാൻ പാടുണ്ടോ എന്ന് അവൾ പോയി ചോദിക്കുമ്പോഴത്തേക്കിനും ഇത് നോൺ ആൽക്കഹോളിക് ആണെന്ന് അവർ പറയും. കെഹാൻ ലിക്കറിന്റെ പ്രസിഡന്റ് നേരിട്ട് പോസ്റ്റ്മോർട്ടം കെയർ സെന്ററിൽ ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കൊണ്ടുവന്നാണെന്ന് അവർ പറയുന്നുണ്ട്. അവൻ നല്ല കൺസിഡറേറ്റ് ആണെന്ന് ഹിയോണിന് മനസ്സിലാവും. ഡോജൂൺ ഹിയോണിനെ വീട്ടിൽ കൊണ്ടുവിടും. കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് റെസ്റ്റ് ചെയ്തോണം, ഞാൻ ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇയാളുടെ പ്രപ്പോസൽസിലെല്ലാം നോട്ടബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പുതിയൊരെണ്ണം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ജർമ്മനിലേക്ക് പോകുക എന്നുള്ളത് ഇയാളുടെ അൾട്ടിമേറ്റ് ഗോൾ ആയിരുന്നു എന്ന് അവൻ ചോദിക്കും. സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാന്നാണ് അവളുടെ ഡ്രീം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നല്ലേ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. ഇയാളുടെ ആ ഡ്രീം പോസിബിൾ ആക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും. അതിന് ഞാൻ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഇയാൾക്ക് തരാം. ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇയാൾ റിഗ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് മാത്രമേ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇയാൾ എന്താണ് വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിച്ചോളൂ. ഞാൻ അത് എന്തായാലും സപ്പോർട്ട് ചെയ്യാമെന്ന് അവൻ പറയും. ഹിയോൺ തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഇത് ലീക്ക് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചു എന്ന് ടീം മെമ്പേഴ്സ് ഒക്കെ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മാർക്കറ്റിംഗ് ടീമിൽ നിന്നുള്ള ടീം ലീഡർ ഷിന്നായിരുന്നു ഇതിന്റെ പുറകില്. ടീം ലീഡർ ബേക്കും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്തത്. അന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ പുറത്തിറങ്ങുന്നുണ്ടേ ഇയാള് ആരെയോ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നത് ഡോജൂൺ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓഡിറ്റ് ടീമിന്റെ അടുത്ത് ഇയാളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെയാണ് അയാളെ പിടിക്കുന്നത്. മാനേജർ ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ടീം ഡിന്നറിന് പോകാമെന്നും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്ക് ഒക്കെ പ്രസിഡന്റ് അക്നോളജ് ചെയ്യുവാണെന്നുള്ള രീതിക്ക് മാനേജർ ഞാൻ പറയും. ഇത് കേൾക്കുമ്പോൾ ഹിയോണിന് സന്തോഷമാവും. റീസൺ അത് മാത്രമല്ല എന്ന് സെയോണിന് അറിയാം. ടീം ലീഡർ ബാങ്ക് വരുന്നതിനെ സ്റ്റഡി പ്രോഗ്രാമിന് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നില്ല എന്ന് ഹിയോൺ അവരുടെ അടുത്ത് പറയും. അത് കേൾക്കുന്നത് ബാക്കി ടീം മെമ്പേഴ്സിനൊക്കെ ഒരു ഷോക്കാണ്. കാരണം അവൾ അത്രയ്ക്കും ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഹിയോണിന്റെ ടീമിന് ടീം ഡിന്നർ പറഞ്ഞേക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഡോജൂൺ തീരുമാനിക്കും. ഒരു പ്രസിഡന്റ് ഒരിക്കലും ടീം ഡിന്നർ അറ്റൻഡ് ചെയ്യാനായിട്ട് പാടില്ല, അവിടെ പോയി പേ ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി അവനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് നോക്കും. പക്ഷെ അവൻ പോകാൻ തീരുമാനിക്കും. ടീം ഡിന്നറിന് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. മാനേജർ ചോദിയാണെങ്കിൽ അപ്പോളജി എന്നുള്ള രീതിക്ക് അത് ആദ്യം ഹിയോണ് കൊടുക്കാൻ നോക്കും. അവൾ ഒരുവിധം അത് വേണ്ടാന്ന് പറയും. അന്നേരത്തേക്ക് ടീം ലീഡർ ബാങ്ക് വന്നിട്ട് ഒഴിച്ചിട്ട് അവളെ കുടിക്കാനായിട്ട് നിർബന്ധിക്കും. സെയോണ അപകടം മനസ്സിലായിട്ട് അത് വാങ്ങിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടേ ഇന്ത്യൻ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് അവര് വഴക്ക് പറയും. ഇത് കണ്ടോണ്ടാണ് ഡോജൂൺ അവിടേക്ക് വരുന്നത്. ഫോഴ്സ് ചെയ്ത ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്ന കൾച്ചർ ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൻ വന്ന് അത് വാങ്ങിച്ച് കുടിക്കും. ടീം മെമ്പേഴ്സ് എല്ലാം അവനൊരു ഹീറോയെ പോലെ ചിയർ ചെയ്യും. കുറച്ച് കഴിയുന്നുണ്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ പോകും. ടീം ലീഡർ ബാങ്ക് ഒറ്റയ്ക്കാവും. അവർ ഒറ്റയ്ക്ക് ഇരുന്ന് സോജു കുടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ സെക്രട്ടറി ഗോ അങ്ങോട്ടേക്ക് ചെല്ലും. ഞാൻ കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. കുറച്ച് കഴിയുന്നുണ്ടെ അയാള് ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഹിയോൺ പുറത്തേക്ക് ഇറങ്ങും. ഡോജൂൺ പുറകെ ചെല്ലും. അവൾക്ക് തണുക്കാതിരിക്കാൻ കോട്ടൊക്കെ കൊടുക്കും. എൻ്റെ കൂടെ ഇയാളെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്കതൊരു വലിയ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഡ്രീം പോസിബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിന് നന്ദിയുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആ കുട്ടിയെ വളർത്താനായിട്ട് തീരുമാനിച്ചു എന്ന് വെച്ചിട്ട് ഇയാളെ ഡേറ്റ് ചെയ്യും കല്യാണം കഴിക്കും എന്നൊന്നും അതിനർത്ഥമില്ല എന്ന് ഹിയോൺ പറയുന്നുണ്ടേ. ഇയാളെ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചെങ്കിൽ എനിക്കും ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനം. ഇത് ഇവിടെ വെച്ച് നിർത്തണം എന്ന് എനിക്കും ആഗ്രഹമില്ല എന്ന് ഡോജൂൺ അവളുടെ അടുത്ത് പറയും. അന്നേരത്തേക്ക് ടീം മെമ്പേഴ്സ് എല്ലാം അവിടേക്ക് വരും. ഇത് കാണുന്നുണ്ടേ ഇവള് കോട്ട് പെട്ടെന്ന് അവന് തിരിച്ചു കൊടുക്കും. വീണ്ടും അടുത്ത റൗണ്ടിന് പോകാം, കരോക്കയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും അവർ നിർബന്ധിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഹിയോണ് വൊമിറ്റ് ചെയ്യാനായിട്ട് വരും.